പ്രൈസോ ഹാലലുയ. ജെനിസ് മുന്നിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ്. വളരെ അപ്രത്യക്ഷമായി നിങ്ങൾ ഭാരത യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി പോകേണ്ട ദിവസമാണ്. പക്ഷെ അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് കുർബാനയുണ്ട്. പക്ഷെ നേരം വിശുദ്ധ കുർബാനയ്ക്ക് വന്നപ്പോഴാണ് അപ്രത്യക്ഷമായി ഈ ദൂതന്മാരെ കണ്ടുമുട്ടിയിരുന്നത്. ഒത്തിരി സന്തോഷം തോന്നി. പ്രത്യേകിച്ച് വടക്കാഞ്ചേരി ഫൊറോനാപ്പള്ളിയിൽ കടന്നു വരാൻ ഇവരുടെ ദൂത് രാവിലത്തെ കുർബാനയിൽ തന്നെ ഈ ബ്രദർ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തു. കുറച്ച് നമ്മളതിൽ കേൾക്കുകയും ചെയ്യാം. അല്ലേ, നമുക്കൊന്ന് ഇവരെന്ന് പരിചയപ്പെടാം. ഇവര് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു യാത്രയാണ്. കരുണയുടെ സന്ദേശം കൊടുക്കാനുള്ള ഒരു യാത്ര. എനിക്കതിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയത് ഇവിടെ കൂട്ടത്തില് ഉള്ള വ്യക്തികൾ മുഴുവൻ വലിയ കുടുംബമാണെന്നാണ് നമ്മൾ കാണുന്നത്. നമുക്ക് പ്രസംഗത്തേക്കാൾ ഉപരിയായിട്ട് പ്രാക്ടിക്കലിലേക്ക് എത്തുമ്പോഴാണ് ജനത്തിന് അത് അഭിഷേകമായി മാറുന്നത്. നമുക്ക് അതിനോട് നോക്കാം. ഈ ഒരു ശുശ്രൂഷ ആരംഭിച്ചിട്ട് എത്ര നാളുകളായി? 30 വർഷത്തോളമാണ്. 30 വർഷത്തോളായി ശുശ്രൂഷ ആരംഭിച്ചിട്ട്. കാസർഗോഡാണ് ഇപ്പോൾ. കാസർഗോഡാണ്. അവിടെ ജിസ്യൂത്തൊക്കെ ആയി ആരംഭിച്ച ഒരു ഇതാണ്. ആ ഒരു അനുഭവത്തിൽ വളർന്നു. അത് കൂടുതൽ എത്ര ഏജായി? ഇപ്പം എനിക്ക് 47 വയസ്സ്. 47 ആയിട്ടുള്ളൂ. ഓക്കെ, എന്നാലും 47 വയസ്സുകാരൻ 30 വർഷത്തെ വലിയൊരു ശുശ്രൂഷയുടെ ഉടയവനായി മാറി. ഞാൻ ചോദിക്കുന്നത്, ഈ വലിയ കുടുംബം അങ്ങനെ ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പുള്ളവരും ആ ഒരു ചിന്ത എങ്ങനെ വന്നു? ഞാൻ POC ഒരു വർഷം തിയോളജി കോഴ്സ് പഠിക്കുന്ന സമയത്താണ് ജോർജ് ഗുരുക്കൂർ എന്ന് പറയുന്ന സഭയുടെ എല്ലാ ഡോക്യുമെന്റുകളും തർജ്ജമ ചെയ്യുന്ന അച്ഛൻ ഏതൊരു മതവും അവസാനിച്ചു പോയത് മനുഷ്യരില്ലാതെ പോകുന്നതുകൊണ്ടാണ്. ഈ ലോകത്തിന് ദൈവം നൽകുന്ന വലിയ അനുഗ്രഹമാണ് കുടുംബങ്ങളിലൂടെ മക്കൾ ജനിക്കുക എന്നുള്ളത്. അതൊരു ശാസ്ത്ര സാങ്കേതിക വിദ്യക്കും അതിന് പകരം വേറൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു ദൈവവിളിയിൽ, കുടുംബം എന്ന ദൈവവിളിയുടെ പ്രധാനമായ ഉദ്ദേശ ലക്ഷ്യം രണ്ടാണ്. ഒന്ന് സ്നേഹിക്കാനുള്ള വിളിയാണ്, രണ്ട് ജീവൻ നൽകാനുള്ള വിളിയാണ്. ആ വിളി ഫലപ്രദമായി ചെയ്യുന്നില്ലെങ്കിൽ കുടുംബജീവിതം എന്ന വിളിയിൽ പ്രവേശിച്ച് ഞാൻ സ്വർഗത്തിൽ പോകില്ല എന്ന മനസ്സിലാക്കലാണ് എന്നെ അത്തരത്തിൽ ദൈവം തരുന്ന മക്കളെ കൂടെ സ്വീകരിക്കാനായി. ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് നമ്മുടെ സഭയില് ഇത് അന്യമായി പോയത്? ഒന്ന്, ആധുനിക കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ മക്കൾ കൂടുതൽ ജനിച്ചു വരുമ്പോൾ ഭൗതികമായ ധാരാളം കാര്യങ്ങൾ, പഠനം, ആരോഗ്യം, സമ്പത്തൊക്കെ പ്രധാനപ്പെട്ടതായി ചിന്തിക്കാൻ തുടങ്ങി. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ നോക്കുമ്പോൾ മനസ്സിലാവുന്ന, ഞാൻ 28 വർഷമായിട്ട് മുഴുവൻ സമയം മിഷണറിയാണ്. എനിക്ക് 1 രൂപ വരുമാനമുള്ള ഒരു കാര്യമില്ല. എന്റെ ഭാര്യയും മുഴുവൻ സമയം കുടുംബത്തിൽ ജീവിക്കുന്നതാണ്. ഞാൻ അങ്കമാലിയിൽ 5 വർഷമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇന്ന് വരെ ഒരു ബുദ്ധിമുട്ടും കർത്താവ് തന്നിട്ടില്ല. 6 മക്കളും സുന്ദരമായി ജീവിക്കുന്നു. അത് വളരെ ഈ കാലഘട്ടത്തില് ജനം വീക്ഷിക്കുന്ന വലിയൊരു സംഭവമാണ് ശുശ്രൂഷകരുടെ പോർഷൻ. നമ്മൾ സഭയിൽ തന്നെ നമ്മൾ സഭാ ശ്രേഷ്ഠന്മാരോട് കിടക്കട്ടെ, അൽമായരിലേക്ക് നമുക്ക് കിടക്കാം. അൽമായർ പ്രതി ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഒരു പോഷായ ഒരു ജീവിത ശൈലിയാണ് ജനം കാണുന്നത്. അവരുടെ വാഹനങ്ങൾ മുതല്, അല്ലെങ്കിൽ അവരുടെ ഭവനങ്ങള്, അവിടെ നടത്തുന്ന വീട്ടില് നടക്കുന്ന ഫങ്ഷൻസ്, ഇതൊക്കെ വളരെ പോഷം. എന്നവിടെ പ്രസംഗത്തിലെ ദാരിദ്ര്യവും ഇതിന്ന് വിട്ട് മാറിക്കൊണ്ട് ഒരു വ്യത്യസ്തമായ ഒരു ചിന്ത താങ്കളുടെ കേൾക്കുകയാണ്. ഞാൻ വലിയ കാര്യമായിട്ട് പരിചയമില്ലെങ്കിലും ദൈവം അത് ഒരുക്കി വളരെ പെട്ടെന്ന്. ആ ദാരിദ്ര്യം അല്ലെങ്കിൽ ഒരു പുൽക്കൂട് അനുഭവത്തിലൂടെയാണ് ഈ ശുശ്രൂഷ കൊണ്ടുപോകാൻ അങ്ങനെ ഒരു ചിന്ത വരാൻ കാരണം. ദൈവം സമൃദ്ധി തരുമ്പോൾ നമുക്ക് സമൃദ്ധി സ്വീകരിക്കാം, ദാരിദ്ര്യം തരുമ്പോൾ ദാരിദ്ര്യം സ്വീകരിക്കാം. എല്ലാത്തിനെയും ഒരു മനസ്സോടെ സ്വീകരിക്കുന്നതാണ് സുവിശേഷത്തിന്റെ അർത്ഥം. അതായത് സുവിശേഷം പറയുന്ന അടിസ്ഥാനപരമായ കാര്യം, എല്ലാം ഉള്ളപ്പോഴും ഒന്നുമില്ലാത്തവനെ പോലെ നമ്മളാകണം. കാരണം എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ എല്ലാം ഉള്ളവരെ പോലെ ജീവിക്കണം. കാരണം പിതാവ് സ്വർഗത്തിലെ സമ്പന്നനാണ്. അപ്പൊ ആ ആശയത്തിൽ നമ്മൾ എന്താണോ ദൈവം തരുന്നത്, ഞാൻ പലപ്പോഴും എന്റെ പല സുഹൃത്തുക്കളുടെയും അവർ ഉപയോഗിച്ച വസ്ത്രം പറ്റില്ല എന്ന് കളയുന്ന വസ്ത്രം ഞാൻ സുന്ദരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം നമുക്ക് അങ്ങനെ കുഴപ്പമില്ല, നമ്മൾ ഈ ലോകം വിട്ടു പോകേണ്ടവരല്ലേ. അതാണ് പഴയ വസ്ത്രങ്ങള് സുഹൃത്തുക്കൾ കൊടുത്താലും അത് സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന ഇപ്പുറത്ത് നമുക്കിത് കൂടുതൽ അറിയാം. അപ്പൊ ഈ ഒരു ശുശ്രൂഷയുടെ പ്രത്യേകിച്ച് 30 വർഷത്തോളം ശുശ്രൂഷയുടെ കടന്നു വന്നു. ഇന്ന് ഞാൻ കുർബാനയില് താങ്കളുടെ ഒരു ഭാഗം വേറെ ശ്രദ്ധയോടെ ഞാൻ കേട്ടു. പ്രത്യേകിച്ച് കേരളത്തിലെ ഒരുപാട് ക്രൈസ്തവ യുവതിവാക്കന്മാർ അല്ലെങ്കിൽ യുവാക്കന്മാർ വിവാഹം കഴിക്കുന്നത്
പെടാപ്പാട്, പ്രത്യേകിച്ച് ലാറ്റിൻ പള്ളിയിൽ നടന്നൊരു കഥയും പറഞ്ഞു, കഥയെല്ലാം ഉണ്ടായത് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ കേരളത്തിലെ യുവാക്കന്മാർക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരു ബന്ധനാവസ്ഥ? നമ്മൾ കരിസ്മാറ്റുകാരെ ലെവൽ പറയുകയാണെങ്കിൽ ഒരു ബന്ധനാവസ്ഥ ഇങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കരിയർ പ്രധാനപ്പെട്ടതായിട്ടും സമ്പത്ത് പ്രധാനപ്പെട്ടതായിട്ടും വന്നു. ഒന്ന് ഈ വിവാഹപ്രായം ഇങ്ങനെ വർദ്ധിച്ച് 45-ലേക്ക് എത്തുകയാണ്. ഒന്ന് ഗൗരവമായിട്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആളുകൾ വളരെ ചെറുപ്പത്തിൽ എണ്ണായിരിക്കുമ്പോൾ, ഞാൻ ഒരു പുരോഹിതനാകുന്ന 45-ാമത്തെ വയസ്സിലാകുന്നതും ഒരു 25-ാമത്തെ വയസ്സിലാകുന്നതും തമ്മിൽ എന്തായാലും വ്യത്യാസമുണ്ട്. അപ്പൊ ആ തരത്തിൽ ആളുകൾ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു മുസ്ലിം സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. അദ്ദേഹം പറയും, എപ്പോൾ വിവാഹം കഴിച്ചാലും 15 വർഷം 20 വർഷം കഴിയുമ്പോൾ സെറ്റിലാവും. നേരത്തെ വിവാഹം കഴിച്ചാൽ നേരത്തെ സെറ്റിലാവും. അതിനർത്ഥം 25 വയസ്സിൽ വിവാഹം കഴിഞ്ഞാൽ 50 വയസ്സാകുമ്പോഴേക്കും ആ ആൾ സ്വസ്ഥമാകും. പിന്നെ മുഴുവൻ സമയവും സുവിശേഷത്തിന് വേണ്ടി പോകാൻ ആ വ്യക്തിക്ക് സമയം കിട്ടും. അതേസമയം ആ വ്യക്തി 40 കഴിക്കുന്നെങ്കിൽ വയസ്സായി മാറും. യുവത്വത്തിൽ തന്നെ നമ്മുടെ ബൈബിൾ പറഞ്ഞതുപോലെ. അതെ അതെ. അപ്പൊ അതൊക്കെ ക്രമങ്ങളൊക്കെ തെറ്റി. ഇനി ഞാൻ പറയുന്നത്, ഈ ക്രമങ്ങൾ തെറ്റി എന്ന് നമുക്ക് മനസ്സിലായി, ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഉത്തരങ്ങൾ കിട്ടണം നമുക്ക്. എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ശരിയായ ബോധം കൊടുത്താൽ, അറിവ് കൊടുത്താൽ, കാര്യം പറഞ്ഞു കൊടുത്താൽ ആളുകൾക്ക് കൃത്യമായിട്ട് ആ ദിശാബോധത്തിൽ പോകാൻ പറ്റും. അപ്പൊ തന്നെ കല്യാണം കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കുഞ്ഞുങ്ങളുണ്ടാവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. വേറൊരു വ്യത്യാസം. ഇപ്പൊ ഏറ്റവും പുതുതലമുറയുടെ പ്രശ്നം അവർ ആഗ്രഹിച്ചാൽ ഉണ്ടാവില്ല. കാരണം 40-45 ഉണ്ടാകുന്നില്ല. ഈ കാലഘട്ടത്തിൽ ഇതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കുടുംബമുള്ള ഒരുപാട് മക്കളുണ്ട്. ഇപ്പോ നമ്മളിപ്പോ അവസാനം നമ്മുടെ ചിറ്റാട്ടുകാരിൽ നമ്മുടെ സ്വപ്ന ദമ്പതി ചേച്ചി മരിച്ചു. അങ്ങനെ അമ്മ സൈമൻ അത് മരിച്ചു. എന്തായാലും അവരുടെ മക്കള് 10-12 മക്കൾ അവർക്കും ഉണ്ട്. അപ്പം ഈ മക്കളെ കൊണ്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് ഇവരുടെ പ്രാഥമികമായ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ നമുക്ക് എങ്ങനെ പറ്റും? എനിക്ക് എന്റെ ജീവിതത്തിലുണ്ടായ വളരെ മനോഹരമായ ഒരു അനുഭവം. ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേ അതിന് മുമ്പ് തന്നെ ഏറ്റവും കുറഞ്ഞത് 8 മക്കൾ വേണമെന്ന് ആഗ്രഹിക്കുകയും വിവാഹ ജീവിതത്തിലേക്ക് വന്ന് ഓരോ പ്രസവത്തിന് സമയമായപ്പോഴും കർത്താവിനോട് പറഞ്ഞ കാര്യമാണ്, നോർമൽ പ്രസവമാണെങ്കിൽ കർത്താവെ നല്ലത്, കൂടുതൽ മക്കൾ വേണം. ഈ സിസേറിനായ കാശ് നീ മുടങ്ങണം. കാരണം അത് ശുശ്രൂഷ എന്നതിന്റെ അത്ര ഉണ്ടാവും. അങ്ങനെ 4 പ്രസവവും വളരെ നോർമലായി. 5-ാമത്തെ പ്രസവം ഈ കൊറോണയുടെ സമയത്താണ്. അത് ആലുവയിൽ വെച്ചാണ് നടന്നത്. ബാക്കി എല്ലാ കാസർഗോഡായിരുന്നു. വളരെ അപ്രതീക്ഷിതമായി. കാരണം 4-ാമത്തെ പ്രസവം ഇരട്ടപ്പിള്ളേരായിരുന്നു. ഞാനൊരു ഇരട്ടയാണ്. ഇരട്ടകളെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. എനിക്ക് ഇരട്ട കുട്ടികളുണ്ട്. അപ്പൊ മൊത്തം 6 പേര്. 6 പേര്. ലാസ്റ്റ് വന്ന് ഏലപ്പൻ കൊച്ച്. ഏറ്റവും മൂത്തത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഏറ്റവും ഇളയ കൊച്ച് 3 വയസ്സ്. പഠനം എങ്ങനെ? കുഴപ്പമില്ല, നന്നായി പോകും. ഭാര്യയ്ക്ക് വിദ്യാഭ്യാസം ഡിഗ്രി അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിക്കും. ഓക്കെ, നമ്മള് ഞാൻ ഈ ഒരു അനുഭവം, അതായത് ആ കൊറോണയുടെ സമയത്ത് അപ്പം അപ്രതീക്ഷിതമായി സിസേറിനായി. അപ്പം ഡിസ്ചാർജ് ചെയ്യുന്നതിന്റെ തലേ ദിവസം കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു. 3-4 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഓരോ പ്രസവത്തിന്റെ സമയത്ത്. പക്ഷെ എനിക്ക് ഒരു പരിചയമില്ലാത്ത ഹോസ്പിറ്റലുകാർ വന്ന്, ആ അഡ്മിനിസ്ട്രേറ്റർ വന്ന് എന്നോട് പറഞ്ഞ ബില്ല് അടയ്ക്കേണ്ട, 60,300 രൂപ. ഒരു പരിചയമില്ലാത്ത സിസ്റ്റർ അഡ്മിനിസ്ട്രേറ്റർ വന്ന് പറഞ്ഞു ബില്ല് അടയ്ക്കേണ്ട. ക്രിസ്ത്യൻ ഹോസ്പിറ്റലിന്റെ എനിക്ക് പരിചയമൊന്നുമില്ല. അന്ന് മാത്രമല്ല, ഓഫീസിൽ പോയി സൈൻ ചെയ്തപ്പോൾ ഞാൻ കെട്ടിവെച്ച പൈസ എല്ലാം തന്നു. 3 മാസത്തേക്കുള്ള മരുന്ന്. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. കർത്താവിനോട് എന്താ പറഞ്ഞേ? സിസേറിനായ നീ നോക്കണം. നമ്മൾ പറഞ്ഞാലും മറക്കാതെ കർത്താവ് നോക്കുന്നത് എന്റെ അനുഭവമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലോ ബാക്കി ഒന്നിന്റെ കാര്യത്തിലോ, ആകാശത്തെ പക്ഷികളെ നോക്കൂ, അവതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പറിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് തീറ്റി പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവനാണ് നീ. എന്റെ തലമുടി നാല് പോലും എന്നെ തിട്ടപ്പെട്ടിരിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിശ്വാസമില്ല. നമുക്ക് വിശ്വാസം പ്രത്യാശിക്കുന്ന ലഭിക്കുന്ന ഉറപ്പും കാണപ്പെടാത്തതുകൊണ്ടെന്ന് ബോധ്യം കാണപ്പാടെ നമുക്ക് പലരും പറയാം. ഈ വിശ്വാസം ജീവിതത്തിൽ പ്രാഥമികമായി മാറ്റി കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് ഇവരുടെ ഗ്രൂപ്പിനെ മറ്റു അംഗങ്ങൾക്ക് എത്ര മക്കളുണ്ട്? മാക്സിമം 6 പേര്, 5 പേര്, 7 പേര്. അതിൽ ഫുൾ ടൈം ബേസ് എത്ര പേരുണ്ട്? ഒരു 3-4 പേര് മുഴുവൻ സമയം സുവിശേഷമാണ്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മിനിസ്ട്രിയുടെ ഉദ്ദേശം മുഴുവൻ സമയം ശുശ്രൂഷ ചെയ്യുന്ന വലിയ കുടുംബങ്ങളെ സാമ്പത്തികമായും മറ്റെല്ലാ തരത്തിലും സഭയുടെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മിനിസ്ട്രി ബന്ധം? താമരശ്ശേരി പിതാവാണ് നമ്മുടെ മിനിസ്ട്രിയുടെ രക്ഷാധികാരി.
KCBC ഫാമിലി കമ്മീഷൻ സെക്രട്ടറി ആയിരുന്ന ജോസ് കോട്ടയിലച്ചനാണ് ആനിമേറ്റർ. പിന്നെ ബൈബിൾ കമ്മീഷന്റെ സെക്രട്ടറി ആയിരുന്ന ജോഷി മയ്യാറ്റിലച്ചൻ ആനിമേറ്ററാണ്. അങ്ങനെ സഭയുടെ ഭാഗത്ത് എല്ലാ പിതാക്കന്മാരും എല്ലാവരും നല്ലൊരു നമ്മുടെ റീത്തുകൾക്ക് അതീതമാണോ അത് ഏതെങ്കിലും ഒരു റീത്തിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്? റീത്തുകൾക്ക് അതീതമാണ്. നമ്മള് റീത്തുകൾക്കും പ്രാദേശിക സംവിധാനങ്ങൾക്കും കേരള സഭയ്ക്കും ഒക്കെ പുറത്ത് അന്തർദേശീയ എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ പുറത്തുള്ളവരുണ്ട്. ആഗോള സഭയുടെ കുടുംബങ്ങളെ പരിപാവനമായി വളർത്താൻ സഹായിക്കുന്ന കൂട്ടായ്മയാണ്. വളരെ സംതൃപ്തനാണ്. തീർച്ചയായും. ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്രയില് ഒരുപാട് ആത്മാക്കൾക്ക് പ്രചോദനം ലഭിക്കുമെന്ന് പൂർണ്ണമായും വിശ്വാസം. തീർച്ചയായും പ്രാർത്ഥിക്കുന്ന എല്ലാവരും വളരെ സജീവമായി ഇതിലൂടെ മെയിൻ ഉദ്ദേശിക്കുന്ന എന്നതാണ് യാത്രയിലൂടെ ഒന്ന് സഭയുടെ നവീകരണമാണ്. സഭയുടെ നവീകരണം എങ്ങനെ? പ്രാർത്ഥന കൊണ്ട് സഭയെ ദൈവഹിതം പ്രാർത്ഥന കൊണ്ട് നമുക്ക് സഭയുടെ നവീകരണം എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു പോകാൻ എളുപ്പമാണ്. പക്ഷെ അതില് പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞാൽ പ്രാർത്ഥനയിലൂടെ ശക്തിപ്പെടുത്തുക. നമ്മൾ ഈ യാത്രയിൽ എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ 8 മണിക്കൂർ വിശുദ്ധ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. 8 മണിക്കൂർ. അപ്പോ നമ്മൾ 110 പള്ളികളിൽ നമ്മൾ ഇത്രയും ദിവസം യാത്ര ചെയ്യുമ്പോൾ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നു? പ്രത്യേകിച്ച് സഭയുടെ നവീകരണത്തിന് വേണ്ടി എന്നുള്ള വാക്ക് പറഞ്ഞ് അതിനുവേണ്ടി അവര് മണിക്കൂറോളം ദിവ്യീകരണത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടെ യാത്രയും തുടർന്നുള്ള ജീവിതവും പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത് കുടുംബങ്ങളുടെ നവീകരണം വിശുദ്ധീകരണത്തിന് വേണ്ടി. എങ്ങനെ? ഒന്ന്, കുടുംബത്തിന് ഈ ബോധ്യം കൊടുക്കുക. കാരണം കുടുംബം വിശുദ്ധമാകേണ്ട കുടുംബം ഏത് തരത്തിലാണ് അവർക്ക് ബോധ്യങ്ങൾ കൊടുക്കുന്നത്? നമ്മുടെ ഈ പ്രാർത്ഥന തന്നെ കുടുംബം ഒരുമിച്ച് എല്ലാ ദേവാലയങ്ങളിലും ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു, വിശുദ്ധരുടെ അടുത്ത് നിൽക്കുന്നു, അവരോട് പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ അവർ വിശുദ്ധരാകുന്നു. രണ്ട്, നമ്മുടെ ഈ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ടും അത്തരത്തിൽ ഞാൻ കടന്നു വന്ന ദേവാലയങ്ങളിലെല്ലാം കുടുംബം ഞാൻ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു കുടുംബം ഒരുമിച്ച് വന്ന് ആ നോട്ടീസിലുണ്ടായിരുന്ന 110 വിശുദ്ധരുടെയും പേര് പറഞ്ഞ് ആ തിരുശേഷിപ്പിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന മനോഹരമായ കാഴ്ച. ഒരിടവകയിൽ കുട്ടികളുടെ ആദ്യകുർബാന സ്വീകരണം ഇതിനോടനുബന്ധമായ അച്ഛൻ 110 വിശുദ്ധരുടെ സാന്നിധ്യത്തിൽ നിന്ന് അവർ ആദ്യമായി ഈശോയെ സ്വീകരിക്കുന്ന ക്രോസ് ചെയ്തുകൊണ്ട് സംസാരിക്കല്ല. ഞങ്ങളുടെ യാത്രയില് നമ്മുടെ വിശുദ്ധരുടെ സാന്നിധ്യം കൊണ്ടും ദിവ്യീകരണ ആരാധനയിലൂടെയും ഒക്കെ നമുക്കിത് നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ ചെയ്യാൻ പറ്റും? ഞങ്ങൾ ധാരാളം ഇടവകളിൽ കുടുംബ ധ്യാനങ്ങൾ ഇടവക ധ്യാനങ്ങൾ നടത്തുന്നു. അപ്പൊ ആ ധ്യാനങ്ങളിലൂടെ നമ്മൾ അവരുടെ വീടുകളിൽ താമസിച്ച് അവരുടെ ഇടവകയിൽ ചെന്ന് ഞങ്ങൾ 10-16 പേര് വീടുകളിൽ താമസിച്ച് വൈകുന്നേരം ധ്യാനം നടത്തി വീടുകളൊക്കെ വിസിറ്റ് ചെയ്ത് അങ്ങനെ അവരുടെ ജീവിതത്തെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് നമുക്ക് ഇപ്പൊ അമേരിക്കക്കാർക്ക് വേണ്ടി നമ്മൾ 17 ആഴ്ച നമ്മൾ തുടർച്ചയായി ഒരു കുടുംബ ജീവിതം ഒരു പ്രേക്ഷിതത്വമാക്കാൻ പറ്റുന്ന പരിശീലനമുണ്ട്. ഇപ്പൊ ജൂൺ മുതൽ നമ്മൾ കേരളത്തിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മളൊരു 5-6 ഓൺലൈൻ പ്രോഗ്രാം ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ഒരു ഫോളോ അപ്പ് നടക്കണം. നമ്മൾ സാധാരണ ഒരു ധ്യാനത്തിന് പോയി കഴിഞ്ഞാൽ മുൻകാലങ്ങളെ കുറിച്ച് ചിന്തിക്കണം. കോട്ടയില് ധ്യാനം കൂടുമ്പോൾ പണ്ട് ദിവ്യൻ ധ്യാനം കൂടുമ്പോൾ അതൊരു ഫോളോ അപ്പിലൂടെ പിന്നെ പോയിരുന്നു അവരുടെ കൂട്ടായ്മയിലൂടെ. ഇപ്പൊ ധ്യാനമന്ത്രികളുടെ ധ്യാനം കൂടുമ്പോൾ ആ ഒരു ഫോളോ അപ്പ് അവരിലേക്ക് കേന്ദ്രീകരിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങള് പരമാവധി ഞങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും വീടുകൾ എനിക്ക് പരിചയമുള്ള ഇങ്ങനെയുള്ള എല്ലാവരുടെയും വീടുകൾ മിനിസ്ട്രികൾ നോക്കാറില്ല. മിനിസ്ട്രി നോക്കാറില്ല. ഇനി ഈവൻ ക്രൈസ്തവരല്ലാത്ത ആളുകൾ വരെ നമ്മൾക്ക് എന്താണ് കരുണയെ കുറിച്ചിട്ടുള്ള ബോധ്യം. മൂന്നാമത്തെ കാര്യങ്ങളാണ്. നമ്മുടെ യുവജനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാ യാത്രയാണ്. കാരണം നാളത്തെ സഭ, നാളത്തെ സമൂഹം ഇന്നത്തെ യുവജനങ്ങളും കുഞ്ഞുങ്ങളുമാണ്. അതുപോലെ സഭയിൽ ധാരാളം വിശുദ്ധരായത് കുഞ്ഞായിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ കിട്ടിയ ഇൻസ്പിറേഷനാണ്. വിശുദ്ധരാകണമെന്ന് താല്പര്യമാണ്. ഇന്ന് നമ്മുടെ കുട്ടികളുടെയും യുവജനങ്ങളുടെ ഉള്ളിൽ കരിയറിനെ കുറിച്ചാവട്ടെ, പള്ളിയിൽ രാവിലെ പോകുന്നതിൽ കഴിഞ്ഞാൽ കൂടുതൽ ട്യൂഷനാണ്. അവര് വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിൽ കഴിഞ്ഞും അവരുടെ നാളെ ഏത് രാജ്യത്ത് പോയി ജോലി ചെയ്ത് കരിയറായി വളരാമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അതിന് മാറ്റം വന്ന് വിശുദ്ധമായി ജീവിക്കണം, സ്വർഗത്തിൽ എത്തിച്ചേരേണ്ടവരാണെന്ന ബോധ്യത്തിൽ യുവജനങ്ങളെ ഉറപ്പിക്കുക. കഴിയുന്നത്ര മിഷൻ സ്ഥലത്തേക്ക് ഇവരെ ഞങ്ങളൊരു അടുത്തൊരു പ്രോഗ്രാമാണ് മിഷന് പോകാൻ താല്പര്യമുള്ളവരെ ഒരുമിച്ച് നമ്മുടെ മിഷന് കൊണ്ടുപോവുക എന്നുള്ളത്. വളരെ എന്താ പറയാ പ്രതിഷ്ഠമായിട്ട് ഇവരെ കണ്ടുമുട്ടിയാലും നല്ല വലിയൊരു ആശയം ഇവർ കൊണ്ടുപോവുകയാണ്. ഞാൻ ഇതിനെ കൂടെ വേറൊരു കാര്യം കേട്ടായിരുന്നു. ഇവരുടെ യാത്രക്കിടയിൽ എന്തൊരു അത്ഭുതമാണോ? 2 അത്ഭുതങ്ങളാണ്. നമ്മൾ അതിനെ കുറിച്ച് അധികം പറയാതിരിക്കുന്നതാണ്. ഒന്ന്, ഒരു ശാരീരികമായ ഒരു സൗഖ്യമാണ്. അത് കണ്ണൂര് കത്തീഡ്രൽ പള്ളിയിൽ വെച്ചാണ്. അവിടെ ഒരു സ്ത്രീ ഒരു 3-4 ആഴ്ചയായിട്ട് നടക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടിയിരുന്ന സ്ത്രീ
അവര് അപ്രതീക്ഷിതമായ ദേവാലയത്തിൽ കുർബാനയ്ക്ക് കാശ് കൊടുക്കാൻ വന്നതാണ്. അവിടെ വന്ന് ഇത് കണ്ട് വിശുദ്ധരുടെ അടുത്ത് പോയി തൊട്ട് പ്രാർത്ഥിച്ചിട്ട് അവർ വേദനയുള്ള ഭാഗത്ത് അവർ കൈകൊണ്ട് തടവി എന്നാണ് പറയുന്നത്. അപ്പോഴേ അവരുടെ വേദനയെല്ലാം പോയി. അവർ വെള്ളം എടുത്ത് അവരുടെ വീട്ടിൽ ചെന്ന് സ്റ്റെപ്പ് കയറി ഇറങ്ങി നോക്കി. എന്നിട്ട് പിന്നെ അവരുടെ ബന്ധുക്കളെയൊക്കെ കൂട്ടി തിരിച്ചു വന്നിട്ടാണ് ആ അനുഭവ സാക്ഷ്യം അവർ പറയുന്നത്. രണ്ടാമത്തെ അനുഭവ സാക്ഷ്യം മാനന്തവാടിയിലെ ദേവാലയത്തിൽ വെച്ചുണ്ടായതാണ്. ഒരു സ്ത്രീ 1.5 വർഷമായിട്ട് അവരുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഞ്ചായത്തിൽ ക്രമീകരിക്കുന്നതിനും വീടിന്റെ നമ്പറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയൊക്കെ അവർ അപേക്ഷ കൊടുത്തു. 1.5 വർഷമായിട്ട് അതിനൊരു മുന്നോട്ടുള്ള ചലനമില്ല. ഓഫീസിൽ ചെന്ന് പഞ്ചായത്തിൽ ചെന്നപ്പോൾ ആ പേപ്പറെ കാണാനില്ലെന്ന് പറഞ്ഞു. അവരന്ന് വളരെ വേദനയോടെ ഈ വിശുദ്ധരുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു. അവർ ചെന്നപ്പോൾ പേപ്പർ കിട്ടി, എല്ലാം വന്ന് റെഡിയായി. 1.5 വർഷമായിട്ട് നടക്കാത്ത അന്നേരം തന്നെ നമ്മളോട് വന്ന് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ പോരുന്നതിന് മുമ്പ് അവർ നേരിട്ട് നമ്മളോട് വന്ന് ഇങ്ങനെ നടന്നു. അപ്പൊ എന്തായാലും സഞ്ചരിക്കുന്ന ഇവരുടെ സഖാരി സഞ്ചരിക്കുന്ന കരുണയെ കുറിച്ചുള്ള ദൂത് ഇന്ന് ഇവര് പോകുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം യാത്രയിലെ ഒരുപാട് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഒപ്പം തന്നെ മാനസാന്തരങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസാന്തരം രാവിലെ തൊട്ട് രാത്രി വരെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കാലഘട്ടത്തില് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ശുശ്രൂഷകളെ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ ഇവരെ സഹായിക്കണം. പ്രാർത്ഥന വഴിയും അല്ലാതെയൊക്കെ ഇവരെ സഹായിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ചെറുപ്പക്കാര് എന്താ പറയാ ഭാരത സുവിശേഷം അല്ലെങ്കിൽ സഭയെ ഉജ്ജ്വലിപ്പിക്കാൻ, ആഗോള സഭയെ ഉജ്ജ്വലിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി വെറുതെ ഇറങ്ങി തിരിച്ച് ഏകസ്ഥനായി നടക്കുകയല്ല, മറിച്ച് ഭാര്യയും മക്കളും ഇല്ലേ, മക്കളെന്ന് പറയില്ലേ 3, 4, 5, 6 ഒക്കെ മക്കളായിട്ട് മറ്റുള്ളവർക്ക് വലിയ മാതൃകയായിക്കൊണ്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാന്നു. ഒരിക്കലും കൂടെ ജെനിസ് മീഡിയ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി. താങ്ക് യു. മിശിഹായിൽ പ്രിയരെ, ഇന്ന് വടക്കാഞ്ചേരി സെൻറ്റ് ഫ്രാൻസിസ് ഫൊറാന ദേവാലയം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ഹോം മിഷൻ എന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഉടനീളം 100 ദിവസം കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ എത്തുന്ന ഒരു കരുണയുടെ പ്രാർത്ഥന യാത്ര, തീർത്ഥയാത്ര ഈ വടക്കാഞ്ചേരി ഫൊറാന ദേവാലയത്തിൽ ഇന്ന് രാവിലെ 6 മണിയോടുകൂടെ എത്തി. വിശുദ്ധ കുർബാന ഇവിടെയുള്ള ഇടവക സമൂഹം ഒന്നടക്കം ചൊല്ലി അതിനുശേഷം ആരാധനയും തിരുശേഷിപ്പുകളുടെ വന്ദനങ്ങളും നടക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം ധാരാളം പേര് വന്ന് വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പും 100 വിശുദ്ധാത്മാക്കളുടെ തിരുശേഷിപ്പും ഡിവൈൻ മേഴ്സിയുടെ കരുണയുടെ പോളണ്ടിൽ നിന്നുള്ള പടവുമൊക്കെ അവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും പ്രത്യേകം ഭക്തി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന അവസരമാണ്. ഇങ്ങനെയൊരു അവസരം നൽകിയതിന് ഇതിൻ്റേതായ ഭാരവാഹികളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ പ്രാർത്ഥനയുടെയും ഈ അനുഗ്രഹത്തിൻ്റെയും ദിവസം തീർച്ചയായിട്ടും ഞങ്ങൾ ഉപകാരപ്രദമാക്കുകയാണ്. സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം എന്നും ഈ ഫൊറാന ദേവാലയത്തിനും ദേവാലയത്തിലെ ഈ സമൂഹത്തിനും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധാത്മാക്കൾ ഞങ്ങൾക്ക് മാതൃകയാണ്. വിശുദ്ധാത്മാക്കൾ ഞങ്ങൾക്ക് മധ്യസ്ഥരാണ്. ആ മാതൃകയും മാധ്യസ്ഥവും വിശുദ്ധിയുടെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ ഞങ്ങളെ എന്നും സഹായിക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് പ്രത്യേകം സ്തുതി ഉണ്ടായിരിക്കട്ടെ, മഹത്വമുണ്ടായിരിക്കട്ടെ.
കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. നാം കൊണ്ടുവന്ന 110 വിശുദ്ധരിൽ 40 വിശുദ്ധരുടെ ഫോട്ടോയും അവരുടെ 40 വിശുദ്ധരുടെ ഫോട്ടോയും അവരുടെ പേരും 40 വ്യത്യസ്തങ്ങളായ ദൈവവചനവും ഒരു കൊച്ചു പ്രാർത്ഥനയും ചേർത്ത് കുഞ്ഞുങ്ങളുടെ പുസ്തകത്തിൽ ഒട്ടിക്കാനുള്ള നെയിം സ്ലിപ്പാണ്. ഇത് അനുദിനം കുഞ്ഞുങ്ങൾ കാണുകയും എല്ലാ ദിവസവും പുസ്തകം എടുക്കുമ്പോൾ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടുകയും ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ വലിയ വിശുദ്ധരാകാൻ വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹവും പരിശീലനവുമാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വേറെ ഡോളയുടെയോ ബുജിയുടെയോ മറ്റു പലതിൻ്റെയും ഒക്കെ സ്റ്റിക്കേഴ്സായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും പുസ്തകത്തിൽ ഒട്ടിക്കുന്നത്. വിശുദ്ധിയുടെ സാന്നിധ്യമായി വിശുദ്ധരുടെ ചിത്രം ഒട്ടിച്ച് ആ വിശുദ്ധരോട് മാധ്യസ്ഥം തേടി നിരന്തരം അങ്ങനെ വിശുദ്ധിയിൽ വളരാൻ കുഞ്ഞുങ്ങളെ സഹായിക്കലാണ്. 40 വ്യത്യസ്തരായ വിശുദ്ധരുടെ ഫോട്ടോയും അവരുടെ പേരും 40 വ്യത്യസ്തമായ ദൈവവചനവും ഒരു കൊച്ചു പ്രാർത്ഥനയും ചേർത്തതാണിത്. അനുദിനം പിള്ളേരെ വിശുദ്ധിയിൽ വളരാൻ സഹായിക്കാനായിട്ടാണ് ഈ ചിത്രങ്ങൾ. നമ്മൾ 50 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രാർത്ഥനാ യാത്ര, ദൈവകരുണയുടെ പ്രാർത്ഥനാ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന വിധമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 110 വിശുദ്ധരുടെ തിരുശേഷിപ്പും വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പും ദൈവകരുണയുടെ ഛായാചിത്രവും ഫ്രാൻസിസ് പാപ്പ പ്രസീത തിരുക്കുടുംബത്തിൻ്റെ രൂപവുമായി നമ്മൾ കേരളത്തിൽ 110ഓളം ദേവാലയങ്ങളിലൂടെ കടന്നു പോകുന്ന യാത്രയാണ്. ഏപ്രിൽ 16 ദൈവകരുണയുടെ തിരുനാളിൻ്റെ അന്ന് ആരംഭിച്ച് ജൂൺ 4 പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിൻ്റെ അന്ന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന വിധമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 3 ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഈ പ്രാർത്ഥനാ യാത്രയ്ക്കുള്ളത്. ഒന്നാമതായി സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ യാത്രയാണ്. നാം അല്ലെങ്കിൽ നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന വിശുദ്ധരെല്ലാം സഭയിൽ നിന്ന് വിശുദ്ധരായവരും സഭയ്ക്ക് വേണ്ടി വിശുദ്ധരായവരും സഭയുടെ ശബ്ദമായവരുമാണ്. അവർ ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഭയുടെ മക്കൾ എന്ന നിലയിൽ നാം എന്നും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. ഇന്ന് സഭ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കൂടുതൽ വിശുദ്ധമുള്ള, കൂടുതൽ സ്നേഹമുള്ള, പ്രേക്ഷിത മിഷണറി തീഷ്ണതയുള്ള സഭയായി മാറാൻ പ്രാർത്ഥിക്കുന്ന യാത്രയാണ്. രണ്ടാമതായി ഈ പ്രാർത്ഥനാ യാത്ര കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ യാത്രയാണ്. സഭയുടെയും സമൂഹത്തിൻ്റെയും അടിസ്ഥാന ഘടകമായ കുടുംബം, ആ കുടുംബം വിശുദ്ധമായിരിക്കണമെന്നും ആ കുടുംബം എല്ലാവിധത്തിലും ദൈവഹിതം നിറവേറ്റുന്ന കുടുംബമാകണമെന്നുമാണ് വിശുദ്ധർ ഓർമ്മപ്പെടുത്തുന്നത്. ഈ വിശുദ്ധരെല്ലാം വിശുദ്ധരായത് ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ടാണ്. ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിലെ നമ്മുടെ കുടുംബം നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെ കൂടുതൽ വിശുദ്ധമായ കുടുംബമായി രൂപപ്പെടുത്താൻ നാം വിശുദ്ധരോടൊപ്പം പ്രാർത്ഥിക്കുന്ന യാത്രയാണ്. മൂന്നാമതായി ഈ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യം യുവജനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കാരണം സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിൽ ഏറ്റവും അധികം പങ്കുചേരുന്ന ഒന്ന് യുവജനങ്ങളും കുഞ്ഞുങ്ങളുമാകണം. ഇന്നത്തെ യുവജനങ്ങളും കുഞ്ഞുങ്ങളുമാണ് നാളത്തെ സഭയും സമൂഹവും. നാളെ ലോകം മുഴുവൻ സുവിശേഷം എത്താൻ ഇന്നത്തെ യുവജനങ്ങളും കുഞ്ഞുങ്ങളും ഈ പ്രായത്തിൽ തന്നെ അവരുടെ ഉള്ളിൽ ഈ പ്രേക്ഷിത തീഷ്ണത വർദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കലാലയങ്ങളിൽ, അവരുടെ കളിസ്ഥലങ്ങളിൽ, അവരുടെ സൗഹൃദങ്ങളിൽ ഈശോയെ പങ്കുവെക്കാൻ വളരെ കുഞ്ഞുനാളിലെ അവരെ പരിശീലിപ്പിക്കുക എന്നത് സഭയുടെയും കുടുംബത്തിന്റെയും ദൗത്യമാണ്. നിരവധിയായ പ്രതിസന്ധികളിലൂടെ നമ്മുടെ യുവജനങ്ങൾ കടന്നു പോവുകയാണ്. മദ്യം, മയക്കുമരുന്ന് പോലുള്ള പ്രയാസങ്ങൾ, ഏത് മതത്തിൽപ്പെട്ടവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത് പ്രശ്നമല്ല എന്ന ചിന്ത, അവർ ജനിച്ചു വളർന്ന നാടും പ്രിയപ്പെട്ടവരെയും ഉപേക്ഷിച്ച് എന്നേക്കുമായി വിദേശത്തേക്ക് അവർ പോകുന്നു. ഈ പ്രതിസന്ധികളിൽ നമ്മുടെ യുവജനങ്ങളെ സഭയോടൊത്ത് ചിന്തിക്കാനും സഭയിലായിരുന്നുകൊണ്ട് പ്രേക്ഷിത ദൗത്യം നിർവഹിക്കാനും ഒരുക്കുക എന്നതുകൂടി ഈ പ്രാർത്ഥനാ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യമാണ്. ഹോളി ഹോം മിനിസ്ട്രിയാണ് ഈ ഒരു പ്രാർത്ഥനാ യാത്രയ്ക്ക് ദൈവം തിരഞ്ഞെടുത്തത്. അതൊരു കുടുംബ പ്രേക്ഷിത മിനിസ്ട്രിയാണ്. കുടുംബങ്ങളുടെ സമഗ്രമായ വികസനമാണ് അതിൻ്റെ ലക്ഷ്യം. പ്രത്യേകമായി ദൈവം നൽകുന്ന മക്കളെ മുഴുവൻ സ്വീകരിച്ച് ഓരോ കുടുംബവും വലിയ കുടുംബമാവുക, അതിനുവേണ്ട പരിശീലനങ്ങളും ആധ്യാത്മികവും ഭൗതികമായ സഹായങ്ങളും ചെയ്യുക എന്നതും ഈ മിനിസ്ട്രിയുടെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിൽ ഒന്നാണ്.
ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ മിനിസ്ട്രിയുടെ ദൗത്യം ഓരോ ക്രൈസ്തവ കുടുംബങ്ങളെയും മിഷണറി കുടുംബമാക്കുക, പ്രേക്ഷിത കുടുംബമാക്കുക എന്നുള്ളതാണ്. ഓരോ കുടുംബവും എല്ലാ അർത്ഥത്തിലും മാമോദിസയിലൂടെ സഭയിൽ അംഗമാകുന്നത് വഴി പ്രേക്ഷിത കുടുംബം തന്നെയാണ്. എല്ലാ ദൈവവിളികളുടെയും ഉറവിടവും കേന്ദ്രവുമായ നമ്മുടെ കുടുംബം വ്യത്യസ്തങ്ങളായ ദൈവവിളികളാൽ സമ്പന്നമാകേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഒരു സമ്പന്നതയിലേക്ക് കുടുംബങ്ങളെ വളർത്താൻ വേണ്ടി കൂടിയുള്ള ഒരു കൂട്ടായ്മയാണ് ഈ ഹോളി ഹോം മിനിസ്ട്രി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കേരളം മുഴുവൻ ഒരുമിച്ച് ദൈവകരങ്ങളിൽ കൈകോർക്കുകയാണ്. ഞങ്ങൾ വൈദികനോടൊപ്പം 10 പേരാണ് യാത്രാ സംഘത്തിലുള്ളത്. എല്ലാവരും കുടുംബജീവിതം പുലർത്തുന്നവരാണ്. കൂടുതൽ മക്കളുള്ള കുടുംബങ്ങൾ, പിതാക്കന്മാരുമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ കരുണ ഒഴുകിയിറങ്ങാൻ, ദൈവത്തിന്റെ സ്നേഹം അളവില്ലാത്ത വിധം എല്ലാവരിലേക്കും എത്താൻ, അങ്ങനെ നമ്മുടെ കുടുംബവും സഭയും കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടാൻ.